കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 111 സങ്കീർത്തനത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു. അവൻ്റെ പ്രവൃത്തികൾ മഹത്വവും തേജസ്സുമുള്ളത്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ, തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ 111 സങ്കീർത്തനം ആരംഭിക്കുന്നത് യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. ഏറ്റവും അതിൻ്റെ അവസാനത്തെ വാക്യം 111 സങ്കീർത്തന 11ാമത്തെ വാക്യം, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ 111 സങ്കീർത്തനം നാം വായിച്ച് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ല ബുദ്ധിയെ നൽകും. നാം ദൈവഭക്തന്മാരായി തീരും, നല്ല ബുദ്ധിയുള്ളവരായി തീരും. എന്താ നല്ല ബുദ്ധിയുടെ പ്രത്യേകത? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വികസിക്കാൻ വേണ്ടിയാണ് സ്കൂളിലും കോളേജിലും ഒക്കെ വിടുന്നത്. എന്നാൽ അവിടുന്ന് ലഭിക്കുന്ന ബുദ്ധി നല്ല ബുദ്ധിയാണെന്ന് പറയാൻ കഴിയത്തില്ല. എത്രയോ വിദ്യാഭ്യാസമുള്ളവരാണ് ധാർമ്മികമായിട്ടുള്ള അധപ്പതിച്ച ജീവിതം നയിക്കുന്നത്. നമ്മൾ പത്രവാർത്തയിലൂടെയും മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തന് ദൈവം നൽകുന്നത് നല്ല ബുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ബുദ്ധി. ഉദാഹരണത്തിന് ദൈവദാസനായ ജോസഫിന് പാപം ചെയ്യാൻ, ആരും കാണാതെ പാപം ചെയ്യാനുള്ള സാഹചര്യം, സന്ദർഭം ഉണ്ടായപ്പോൾ അദ്ദേഹം ദൈവഭക്തനായതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ ദൈവത്തിന് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ആ പാപപ്രവൃത്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഇതാണ് നല്ല ബുദ്ധി എന്ന് പറയുന്നത്. കാരണം പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിൻ്റെ അടിമകളാണ്. ഉദാഹരണത്തിന് തുടർമാനമായിട്ട് മദ്യപാനം ചെയ്യുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, അതുപോലെ ദ്രവ്യാഗ്രഹം മൂലം ചെയ്യുന്ന അക്രമങ്ങൾ, അവരൊക്കെ ആ പാപത്തിന് അടിമകളാണ്. അങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്നവർ പാപത്തിന് പരിഹാരം വരാതെ മരിക്കുമ്പോൾ അവർ നിത്യനാശത്തിലേക്ക് പോകും. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോ, അവർ മുറുകെ പറ്റുന്ന പാപങ്ങളോ രഹസ്യപാപങ്ങളോ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതിരുന്നാൽ അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാതെ പോകും. യെശയ്യാപ്രവചനം 59 അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, രക്ഷിപ്പാൻ കഴിയാതവണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല, പ്രാർത്ഥന കേൾക്കാതവണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? എന്നെ നിങ്ങളെ അകറ്റുന്നത് നിങ്ങളുടെ അകൃത്യമാണെന്ന് പഴയ നിയമ വിശുദ്ധന്മാരുടെ കർത്താവ് പറഞ്ഞു. അപ്പോൾ ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്താൽ നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടാതെ പോകും. നാം ദൈവസന്നിധി വിട്ട് അകന്നു പോകും. ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോകും. എന്നാൽ യഹോവ ഭക്തിയുള്ള ഒരു ദൈവ പൈതൽ, ദൈവത്തെ ഭയഭക്തിയോടെ സേവിക്കുന്നവർക്ക് ദൈവം നല്ല ബുദ്ധി നൽകും. അവരുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും. അങ്ങനെയെങ്കിൽ ഏത് വിധത്തിലാണ് ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ കഴിയുന്നത്? അതാണ് 111 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭം ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സ്തുതിക്കുകയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സ്തുതിക്കുക. ഉദാഹരണത്തിന് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവിടുത്തെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവിടത്തേക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവയ്ക്ക് 6 ചിറകുണ്ടായിരുന്നു. അവ ഓരോന്ന് 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദങ്ങൾ മറച്ച്, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 ആർത്തു ഘോഷിച്ചുകൊണ്ടിരുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾക്ക് ഇളകി ആലയം പൂകൊണ്ട് നിറഞ്ഞു. ഈ കാഴ്ച കണ്ടപ്പോൾ യെശയ്യാവ് പറയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യേ വസിക്കുന്നവനെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി കൊടുത്തു. അദ്ദേഹം ദൈവശബ്ദം കേട്ടു.
അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവർ എപ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് അവർ സ്വർഗമായിട്ട് എപ്പോഴും ബന്ധപ്പെടും. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഇങ്ങനെയുള്ളവർ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമസ്ഥരായി തീരും. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തെ സ്തുതിക്കുക. രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് നീതിമാന്മാരുടെ സംഘത്തിലാണ്, സഭയിലാണ്. ആരാണ് നീതിമാന്മാർ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവമക്കൾ. അവർക്കാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിക്കുന്നത്. ആരൊക്കെ രക്ഷിക്കപ്പെട്ടോ അവർക്ക് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും പാപമോചനത്തിന്റെ സന്തോഷവും നിത്യജീവന്റെ സമൃദ്ധിയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ട് ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അത് വെളിപ്പെട്ട് ലഭിച്ചത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം, നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെ അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിച്ചതുകൊണ്ട് അവർക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അറിയാം. അവരുടെ മധ്യത്തിൽ, ദൈവമക്കളുടെ മധ്യത്തിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ, ദൈവമേ ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ നീ വീണ്ടെടുത്ത പ്രാണനും എൻ്റെ ഹൃദയങ്ങളും ഘോഷിച്ചുല്ലസിക്കും. അവരെപ്പോഴും തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കും. അവർ ദൈവിക കൂട്ടായ്മ അനുഭവിക്കും. അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമസ്ഥരായി തീരും. അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഞാൻ അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ്, അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയുമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം വലിയവയാണ്. കാരണം ഈ പ്രപഞ്ചത്തെ കർത്താവ് തൻ്റെ വചനത്താലാണ് വിളിച്ചു വരുത്തിയത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം, ഈ ലോകം ദൈവവചനത്താൽ ഉളവായി എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നാം ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർക്കറിയാം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലത്തെയും ദൈവം തന്റെ വചനത്താൽ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ വലിയവയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്നും വിടുവിച്ചതാണ്, അല്ലെങ്കിൽ മരണഭീതിയിൽ നിന്നും വിടുവിച്ചതാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാവുകൊണ്ട് യേശുക്രിസ്തു അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താലെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണഭീതി മാറിക്കിട്ടും. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര മരണഭയമായിരുന്നു. മരിക്കാനുള്ള ഭയമല്ല, മരണശേഷമുള്ള നിത്യമായ നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ സൗദി ജോലി ചെയ്യുമ്പോഴും ആ രക്ഷിക്കപ്പെടുന്ന സമയം വരെ എനിക്ക് ഭയങ്കര മരണഭീതിയായിരുന്നു. ഞാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ മരണഭീതി മാറി. അങ്ങനെ മരണഭീതി മാറിയ എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിനെക്കുറിച്ച് ശോധന ചെയ്യണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മരണഭീതി മാറ്റിയ കർത്താവിൻ്റെ പ്രവൃത്തിയെ ധ്യാനിക്കണം. എങ്ങനെയാണ് കർത്താവ് നമ്മുടെ മരണഭീതിയെ മാറ്റി തന്നത്? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലെ 14-ഉം 15-ഉം വാക്യങ്ങൾ, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ തറച്ച് മായ്ച്ച് നടുവിൽ നീക്കി വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ മരണത്താൽ നീക്കി നമുക്ക് വിരോധവും പ്രതികൂലം കയ്യെഴുത്ത് ക്രൂശിൽ തറച്ചു. എപ്പോഴാണ് തറച്ചത്? നമ്മുടെ കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശാപം തറയ്ക്കപ്പെട്ടു, നമ്മുടെ ശിക്ഷ തറയ്ക്കപ്പെട്ടു. ഇത് ധ്യാനിക്കുമ്പോൾ നാം ദൈവഭക്തന്മാരായി തീരും. നാം ദൈവത്തിന് വിരോധമായിട്ടൊന്നും ചിന്തിക്കത്തില്ല, പറയത്തില്ല. പിന്നെയോ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കും. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ, അവൻ തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കും. യഹോവയായ ദൈവം കൃപയും കരുണയും ഉള്ളവനാണ്. ഇത് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. ഒന്ന് കരുണ.
എന്താ കരുണ? നമുക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട ശിക്ഷയിൽ നമ്മളെ വിടുവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കൃപയോ, ദൈവത്തിൻ്റെ കൃപ അർഹിക്കാത്ത നന്മകൾ തരുന്നതാണ് ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് പറഞ്ഞാൽ, ഒരാൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ നിത്യ നരകത്തിൽ നിന്ന് വിടിക്കപ്പെടുന്നെന്ന് മാത്രമല്ല, പിന്നെയോ നിത്യജീവന് അവകാശികളായി തീരുന്നു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമുള്ള ജീവനാണ്. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിത്യമാണ്. ദൈവം തരുന്ന ജീവൻ നിത്യജീവനാണ്. ദൈവം തരുന്ന രക്ഷ നിത്യരക്ഷയാണ്. ദൈവം തരുന്ന ഭവനം നിത്യഭവനമാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് ദൈവഭക്തരായിട്ട് ജീവിക്കാം. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.